എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജിൻഷി ലേഡി ഫുയു എന്ന് പറയുന്ന ഒരു സ്ത്രീനെ കാണാൻ വന്നേക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ നൈറ്റിലൊരു സെർവൻ്റ് ആണെങ്കിൽ ഒരു നീളം മുടിയൊക്കെ ഉള്ള ഒരു രൂപത്തിനെ കണ്ട് പേടിച്ച് വീഴുന്നതും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗ് ലേഡി ഗ്യോക്കിൻ്റെ വർക്കേഴ്സ് എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ്. എന്നിട്ട് അതിലൊരാൾ നീ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അവളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ഇത് കോൾഡിനുള്ള റെമഡിയാണെന്ന്. എന്നിട്ട് അവർ കിച്ചൺ ക്ലീൻ ചെയ്യുവാണ്. അതേസമയം മാമാനോട് ചോദിക്കുന്നുണ്ട്, നീ പുതിയ റൂമർ കേട്ടോ, എല്ലാവരും അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. മാമ പറയുന്നുണ്ട് ഇല്ല. അപ്പോൾ ആ ലേഡി പറയാണ് റെയർ പാലസിൽ സ്പിരിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത സീനിൽ മാമാവിൻ്റെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. ആ മാമാവിൻ്റെ ഫ്രണ്ട് പറയുകയാണ് ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട സ്പിരിറ്റ്, എല്ലാവരും അതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കണം. ഒരാഴ്ചയൊക്കെ ആയി കാണുമെന്ന് തോന്നുന്നു. ഒരു പ്രേതം വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് എയറിൽ മൂൺ ലൈറ്റിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. എല്ലാ നൈറ്റും ഈസ്റ്റേൺ കാസ്റ്റലിൻ്റെ വാളിൽ നിന്നാണ് അത് വരുന്നത്. മാമ ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുവാണ് ഇതൊക്കെ കേട്ടിട്ട്. ഈ പാലസിന് ചുറ്റും മതിലാണ്, 4 ഗേറ്റുമാണുള്ളത്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. 4 ഗേറ്റും ഗാർഡ് ചെയ്തിട്ട് കുറേ ആൾക്കാരും നിൽപ്പുണ്ട്. സോ പുറത്തുനിന്ന് കയറില്ല ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് സ്ഥിരം പ്രേതകഥ പോലെ എന്തോ ആണ്. അപ്പം മാമോൻ്റെ ഫ്രണ്ട് പറയാണ് ഞാൻ ഇനി ശരിക്കും അതിനെ കണ്ടാൽ എന്ത് ചെയ്യും? മാമ പറയാണ് ഇതൊരു റൂമർ മാത്രമാണ്. അടുത്ത സീനിൽ മാണെങ്കിൽ മെഡിസിൻ ഉണ്ടാക്കിയിട്ട് അത് കാണിക്കാൻ പാലസ് ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. പുള്ളിക്കാണെങ്കിൽ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് മാമോന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അയാളാണെങ്കിൽ അവൾക്ക് ടീ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും, സ്നാക്സ് ഒക്കെയും കൊടുക്കുന്നുണ്ട്. സെയിം ടൈം ജിൻഷി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവളെ കുറേ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഗുഡ് വർക്ക് എന്നൊക്കെ പറയുകയാണ്. മാമ ചിന്തിക്കുവാണ് ഇയാൾക്ക് എന്താ ഇവിടെ വേറെ പണിയൊന്നുമില്ലേ, ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കാണാമല്ലോ, മേ ബി എംബറിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഇയാൾ എന്നൊക്കെ പറയണം. അടുത്തത് ജിൻഷിയും മാവുമായിട്ടുള്ള കോൺവെർസേഷനാണ്. ജിൻഷി ചോദിക്കുന്നുണ്ട് നീ സ്പിരിറ്റിനെ പറ്റിയുള്ള റൂമറൊക്കെ കേട്ടോ? മാമ പറയാണ് ഇത് വെറുതെ ആൾക്കാർ ഓരോന്ന് പറയുന്നത്. അപ്പോൾ ജിൻഷി ചോദിക്കുകയാണ് ഇതിന് സ്ലീപ്പ് വാക്കിംഗ് എങ്ങാനും ആയിരിക്കുമോ? ഇത് കേട്ടപ്പോൾ മാമ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. അപ്പോൾ ജിൻഷി ചോദിക്കുകയാണ് അതിന് മരുന്ന് വല്ലതും ഉണ്ടോ? മാമ പറയാണ് ഇല്ല, സോംനാബുലിസത്തിന് അങ്ങനെ മരുന്നൊന്നുമില്ല. അപ്പോൾ ജിൻഷി ചോദിക്കുകയാണ് എന്നാൽ ഇതിന് ക്യൂർ എന്തെങ്കിലും ഉണ്ടോ? മാമ പറയാണ് എനിക്കറിയില്ല, എനിക്ക് മെഡിസിനെ പറ്റി മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ജിൻഷി ആണെങ്കിൽ വീണ്ടും അവളെ വന്നിട്ട് കുറേ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ അപ്പം പഴയ പോലെ അവന് ഗ്രോസ് ആ ഒരു രീതിക്ക് നോക്കുവാണ്. എന്നിട്ട് മാമ പറയാണ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുവാണ്. നൈറ്റ് ആകുമ്പോൾ മാവും ഗാവുഷനും വേണ്ടിയിട്ട് ഇത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഗാവുഷനാണെങ്കിൽ മാമാവിനോട് പറയുകയാണ് നിങ്ങൾ ജിൻഷിനെ കാണുമ്പോൾ ഒരുമാതിരി ഇൻസെക്റ്റിനെ കാണുന്ന പോലെയാണ് നോക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ മാമ ആണെങ്കിൽ അപ്പോളജൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗാവുഷൻ പറയുകയാണ് ജിൻഷി എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു നിങ്ങളൊരു കാറ്റർപില്ലറിനെ നോക്കുന്ന പോലെ ജിൻഷിനെ നോക്കുന്നതെന്ന്, നെക്സ്റ്റ് ടൈം തൊട്ട് കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുകയാണ്. അപ്പം മാവ് പറയുകയാണ് നെക്സ്റ്റ് ടൈം തൊട്ട് ഞാൻ കെയർഫുൾ ആകാമെന്ന് പറയുവാണ്. അങ്ങനെ ഇവരവിടെ എത്തുവാണ്. മാവ് നോക്കുന്ന സമയത്ത് മൂൺലൈറ്റിൻ്റെ അടിയിൽ ഒരു ലേഡി ആണെങ്കിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഡാൻസ് ചെയ്യുകയാണ്. മാവ് ആണെങ്കിൽ കുറച്ച് നേരം ഇത് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുന്നത് നമ്മുടെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ലേഡി ഫുയു ആണ് ഇത്. കട്ട് ചെയ്താൽ മാവും ഗാവുഷനും കൂടെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് 2 ഇയേഴ്സിന് മേലെയായി ഈ സംഭവം നടന്നിട്ട്. ഇവൾ വന്ന സമയത്ത് ഇവൾ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എംബറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായി. പക്ഷേ ഇവളാണെങ്കിൽ അവിടെ കാല് തെറ്റി വീണു. സോ എംബറർ അവളെ ഒന്നും തൊട്ടുപോലും നോക്കിയിട്ടില്ല. അതുകൊണ്ട് അവളെ ഒരു മിലിറ്ററി ഓഫീസർക്ക് കൊടുക്കാൻ പോവുകയാണ്. മാമാവ് അപ്പോൾ ആലോചിക്കുകയാണ് ചില ഡിസീസസൊക്കെ മൈൻഡിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതാണ്, പക്ഷേ ഇതൊന്നും ഉറപ്പിച്ച് പറയാനായിട്ടില്ല, എനിക്കിനി ഇൻഫോർമേഷൻസ് വേണം. അവൾ അങ്ങനെ ഫുയോനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഗാവുഷിൻ്റെ കൂടെ. എന്നിട്ട് ഡോക്ടറിനോട് സ്നാക്സിന് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അടുത്ത സീനിൽ ഫുയോനെ കാണാൻ പോണ വഴിയിൽ കുറച്ച് സെർവൻസ് ആണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന കേൾക്കുവാണ്. പാവം എനിക്ക് അവളുടെ അവസ്ഥ ചിന്തിക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറയുവാണ്. മാമാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഗാവുഷിനും മാമാണെങ്കിൽ മാറി നിന്നിട്ട് ഫുയോനെ വാച്ച് ചെയ്യുവാണ്. മാമാണെങ്കിൽ പറയുകയാണ് ആ വാളിൽ നിന്ന് കണ്ടതിലും ഇപ്പം അവർ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ ഗാവുഷിൻ പറയാണ് ഫസ്റ്റ് ടൈം ഇതറിഞ്ഞപ്പോൾ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. മാമ പറയാണ് ശരിക്കും ഇവരൊരു കോട്ടൺ റോസ് പോലെയാണെന്ന്. അപ്പോൾ ഗാവുഷൻ ചോദിക്കുന്നുണ്ട് കോട്ടൺ റോസോ? അപ്പോൾ മാമ പറയുകയാണ് ഫുയു എന്നാണ് ഈ കോട്ടൺ റോസ് എന്ന് പറയുന്ന ഫ്ലവറിൻ്റെ ശരിക്കും പേര്.
ഒരു വലിയ വെള്ളപ്പൂവാണത്. രാവിലെയാണ് ഇത് വിരിയുന്നത്. ഇത് വിരിയുന്ന ടൈം ഇത് വൈറ്റ് കളറായിരിക്കും. ഈവനിങ് ആകുമ്പോൾ ഇത് ഡീപ്പ് പിങ്ക് ആയിട്ട് മാറും. അപ്പം ഗാവ്ഷൻ പറയണം ഒരു ദിവസത്തിൽ തന്നെ ഇതിൻ്റെ അപ്പിയറൻസ് മാറുമല്ലേ എന്ന്. അടുത്ത സീനിൽ മാമ ആണെങ്കിൽ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് അവളോട് പറയുവാണ് ഈ റൂമറിനെ പറ്റി നിനക്കറിയാവുന്നതെല്ലാം എൻ്റെ അടുത്ത് പറയാൻ. അപ്പോൾ അവൾ പറയുവാണ് ഫസ്റ്റ് നോർത്ത് സൈഡിലാണ് അവരെ കണ്ടത്. മാവനപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അടുത്ത സീനിൽ മാവാണെങ്കിൽ ജിൻഷിനോടും ലേഡി ഗ്യോക്കോനോടും ഒക്കെ ഇരുന്ന് സംസാരിക്കുവാണ്. ഇതിനെപ്പറ്റി അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല, സോംനാംബുലിസത്തിനെ പറ്റി. ഇത് സ്ട്രെസ് കാരണം ഉണ്ടാകുന്നതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പേഷ്യൻസ് അവരവേക്കായിരിക്കുമ്പോൾ എങ്ങനെ മൂവ് ചെയ്യുമോ അതേപോലെ തന്നെ ആയിരിക്കും ഉറങ്ങുമ്പോഴും മൂവ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഉണ്ടായിരുന്ന ബ്രോത്തലും ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നൈറ്റ് നടക്കുന്നതൊന്നും പിറ്റേന്ന് ഓർമ്മയെ കാണത്തില്ല. അവർക്ക് ഒരു പർച്ചേസ് ഓഫർ കിട്ടിയായിരുന്നു, പക്ഷേ അവർക്കതിൽ താല്പര്യവും ഇല്ലായിരുന്നു. അപ്പോൾ ജിൻഷി ചോദിക്കുവാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു? മാമ പറയുകയാണ് ആ ഓഫർ പോയപ്പോൾ അവരുടെ ഈ സോംനാംബുലിസവും നിന്നു. ഗ്യോക്യു പറയാണ് മേ ബി ഇത് തന്നെ ആയിരിക്കും ഇവിടെ സംഭവിച്ചത്. ജിൻഷി ആണെങ്കിൽ അവളോട് ചോദിക്കുകയാണ് ഇത് മാത്രമേ ഉള്ളൂ എന്ന്. മാമ ആണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അവളാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നൊന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിൻഷിക്കാണെങ്കിൽ ഇത് മനസ്സിലാവുന്നുമുണ്ട്. അന്ന് തൊട്ട് ഫുയുവിനെ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറക്കാൻ അനുവദിച്ചിട്ടില്ല. ഇവിടെ നിന്ന് അവർ പോകുന്നവരെ ഫുൾ ടൈം ഗാർഡ്സ് അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത സീനിൽ ലേഡി ഗ്യോക്കോ ആണെങ്കിൽ അവരുടെ സെർവൻ ലേഡിനോട് പറയാണ് മാവൻ എന്തൊക്കെയോ മാറ്റങ്ങളില്ലേ ഇപ്പോൾ എന്ന്. അപ്പോൾ അവർ പറയുകയാണേ ഉണ്ടോയെന്ന്. അപ്പം ഗ്യോക്യു ആണെങ്കിൽ കുറേ മാവനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ് ഇന്നല്ലേ ഫുയു ഇവിടെ നിന്ന് പോകുന്നത്? അപ്പോൾ മാവ പറയണ അതെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടതെന്ന്. എന്നിട്ട് ഫുയു പോകുന്നതിൻ്റെ അന്ന് മാമ ആണെങ്കിൽ അവിടെ വന്നിട്ട് ഒരുമാതിരി സാഡൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴേക്കും ഗ്യോക്യു വന്നിട്ട് പറയുകയാണ് നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം, നീ സത്യം എൻ്റെ അടുത്ത് തുറന്നു പറ എന്ന് പറയണം. അപ്പോൾ മാമ പറയാണ് ഇതെൻ്റെ സ്പെക്യുലേഷൻ മാത്രമാണ്, ഇത് നിങ്ങൾ ആരോടും പറയരുതെന്ന്. അപ്പോൾ ഗ്യോക്യു പറയാണ് ഇല്ല ഞാൻ ആരോടും പറയത്തില്ല എന്ന്. ഞാൻ നേരത്തെ ഞങ്ങളുടെ ബ്രോത്തലുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞില്ലായിരുന്നു, അത് ശരിക്കും ഫ്രോഡായിരുന്നു. അതുപോലെ ഫുയുവിനെ കാണുമ്പോഴും എനിക്ക് അതുപോലാണ് തോന്നുന്നത്. ഇവരെ കൊണ്ടുപോകാൻ വരുന്ന ഈ സോൾജറും ഫുയുവും ശരിക്കും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അയാൾക്ക് ലേഡി ഫുയുവിനെ തന്നെ വേണമെന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത്. അതുപോലെ ലേഡി ഫുയുവിനും ഇയാളോട് എന്തോ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ചൈൽഡ്ഹുഡിൽ. അതായിരിക്കാം അവൾ അന്ന് ഡാൻസ് കളിക്കാണ്ടിരുന്നത്. എംപററിൻ്റെ അറ്റൻഷൻ അവളുടെ മേലെ കിട്ടരുത് എന്ന് വെച്ചിട്ടായിരിക്കാം. അവൾ വിചാരിച്ച പോലെ തന്നെ അത് നടന്നു. ഈ സ്ലീപ്പ് വാക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഫസ്റ്റ് ഈസ്റ്റ് സൈഡിലാണ് ഇവർ ഡാൻസ് കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത്. ആ സമയം സോൾജിയേഴ്സ് ഉണ്ടായിരുന്നതും ഈസ്റ്റിലാണ്. ഇവൾക്ക് അയാൾ സേഫ് ആണോ എന്ന് പേടിയുള്ളത് കൊണ്ടായിരിക്കാം അവിടെ നിന്ന് ഡാൻസ് കളിച്ചത്. അതേപോലെ വീണ്ടും എംപററിൻ്റെ അറ്റൻഷൻ കിട്ടാണ്ടിരിക്കാനായിരിക്കും ഇവൾ ഈ സോംനാംബുലിസം അഭിനയിച്ചത്. ഇവർ നൈറ്റ് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പക്ഷേ പകൽ സമയം ഈ പാലസിൽ ഇരിക്കുമ്പോൾ അവർ വേറെ തന്നെ ഒരു പേഴ്സണാണ്, ഒട്ടും ഹാപ്പിയൊന്നും അല്ലാത്ത പോലെ. ഇതൊക്കെ അവൾ ലേഡി ഗ്യോക്കോനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇതൊക്കെ കേട്ടിട്ട് ഗ്യോക്കോ ആണെങ്കിൽ മാമാവനോട് ചോദിക്കുവാണ് എനിക്ക് അവളെ കാണുമ്പോൾ ജലസ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു മോശം ആളാണോ? അപ്പോൾ മാമാവ് പറയുകയാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. എന്നിട്ട് സോൾജിയറും പുയുവും അവിടെ നിന്ന് പോവുകയാണ്. ഗ്യോക്കോ മാമാവനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. മാമ ആണെങ്കിൽ ഇതൊക്കെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഗ്യോക്കോ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഗ്യോക്കോവിനോടത്ത് വന്നിട്ട് പറയുവാണ് എനിക്ക് അപ്പോത്തക്കരീനോട് ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുവാണ്.